ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കുക്കറിൽ നല്ലൊരു ബട്ടർ റൈസ് വയ്ക്കാം. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിട്ടതാണ് കേട്ടോ ഈ ഒരു ചോറും നല്ലൊരു ചിക്കൻ കറിയും. അപ്പോൾ ഇന്ന് മൊത്തം കുക്കറിലാണ് പരിപാടി. കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നതും അതുപോലെ തന്നെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നതും. ഈ ബട്ടർ റൈസ് എന്ന് ഈ റൈസിന് പേര് വന്നത് എങ്ങനെയാണെന്നറിയാവോ? ഞാൻ പെട്ടെന്നിട്ടൊരു പേരാണ്. കാരണം നെയ്ച്ചോറ് വയ്ക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ നെയ്യ് നോക്കിയപ്പോൾ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബട്ടർ കൊണ്ടാണ് ആ ചോറ് വെച്ചത്. പക്ഷേ നെയ്യിൽ വെക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നെയ്യ് വെച്ച് ഉണ്ടാക്കിയാലല്ലേ നെയ്ച്ചോറെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബട്ടർ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് ഞാനതിന് ബട്ടർ റൈസ് എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് 2 റെസിപ്പി ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചിക്കൻ കറി വെക്കാം. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 3 സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാടിക്കിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താണ് ചേർത്ത് കൊടുത്തു. അതുപോലെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ചെറിയുള്ളിയും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ കറിക്ക്. ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും ആ കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ചിക്കൻ കറിക്കുള്ള സവോളയൊക്കെ അവിടെ ഇരുന്ന് വാടട്ടെ. സമയത്ത് നമുക്ക് റൈസ് ഒന്ന് അളന്നെടുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഞാനിതാ ചെറിയ കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കൈമാ റൈസിൽ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ റൈസ് ഇതാ ഞാനൊരു പാത്രത്തിൽ അളന്നെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കഴുകി വയ്ക്കാം. ഒരു 15-20 മിനിറ്റ് അവിടെ വെള്ളത്തിൽ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇത് അരി ഞാൻ കഴുകി വെള്ളത്തിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റ് വെച്ചായിരുന്നു കേട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിൽ ചോറ് വയ്ക്കാനുള്ള വെള്ളം ഒന്ന് അളന്നെടുക്കാം. അരി എടുത്ത പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് വയ്ക്കുന്നത്. അപ്പോൾ വെള്ളം അവിടെ ഇരുന്നൊന്ന് ചൂടാവട്ടെ. ഇനി സവോളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല നല്ല ഫ്രഷ് ആയിട്ട് വീട്ടിൽ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഈ ഗരം മസാലയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റെസിപ്പിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാകുമ്പോഴത്തേക്കിനും ഞാൻ ഷെയർ ചെയ്യാവേ. അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ ഒരു എണ്ണയിൽ കിടത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് പഴുത്തത്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കിയിട്ട് ചിക്കൻ കഴുകിയിട്ട് കൊടുക്കാം. ഒരു 2 കിലോ ചിക്കൻ ഉണ്ടായിരുന്നേ. അപ്പോൾ അത് കഴുകിയിട്ട് വെള്ളം കളഞ്ഞതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പച്ചവെള്ളം ഒഴിക്കുന്നതിൽ എപ്പോഴും നല്ല തിളച്ച വെള്ളം ഇതുപോലെ കറി വയ്ക്കാൻ നേരം ഒഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം കുക്കർ അടച്ച് വെക്കാനായിട്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലേ ഈ ചിക്കൻ കറിക്ക് അടിക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഒരുപാട് ചിക്കൻ വെന്ത് പോവണ്ടല്ലോ. അതുകൊണ്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് പിന്നെ എയറൊക്കെ പോയതിന് ശേഷം തുറക്കത്തുള്ളേ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കാം. നെയ്ച്ചോറല്ല, ബട്ടർ റൈസ് തയ്യാറാക്കാം. നെയ്യ് നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഞാൻ ഫ്രീസറിൽ നിന്ന് ബട്ടർ ഉണ്ടായിരുന്നു, അതെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ ബട്ടർ കുറച്ച് ഇത് ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് തെറിച്ച് പോയി കട്ട് ചെയ്തപ്പോൾ. അപ്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നേരിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിയുവേ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു. അല്ലെങ്കിൽ ബട്ടർ മാത്രമാണെങ്കിലും മതി. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് സ്പൈസസുകളെല്ലാം ഇട്ട് കൊടുക്കാവേ. കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം കുറച്ച് മതി. പിന്നെ ഒരല്പം സവോള കട്ട് ചെയ്തത്, ഒരു 1/4 ഭാഗം സവോള നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എല്ലാം കുറച്ച് മതി. കാരണം നമ്മൾ കുറച്ച് ചോറല്ലേ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് അരി ഒന്ന് വെള്ളം കളഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ബട്ടറിൽ ഇങ്ങനെ കിടന്ന് അരി ഒന്ന് വറുത്തെടുക്കണം. അരി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം വേണം വെള്ളം ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം ഇല്ലേ, അതങ്ങ് ഒഴിച്ച് കൊടുക്കാവേ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പകുതി നാരങ്ങ കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചിട്ട് അങ്ങ് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രയും മതിയാവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറിയുടെ. അപ്പോൾ അതും ഞാൻ അവിടെ ഓഫാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ അത് ഓഫാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത കുക്കറിൻ്റെ വിസിൽ വരാൻ നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ബട്ടർ റൈസും ഇവിടെ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം രാവിലെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് പണിയും എളുപ്പമുണ്ട്, അവർക്ക് ഇഷ്ടവുമാകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പം നമ്മുടെ റൈസും വെന്തിട്ടുണ്ട്. അപ്പം പോകാൻ സമയമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തുറന്നെടുത്തതാണ്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നും പിടിക്കത്തില്ല കേട്ടോ. ഇതുപോലെ അരിയൊന്ന് നമ്മൾ ആ ബട്ടറിൽ ഒന്ന് വറുത്തിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ
അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് ബോക്സിലേക്കെല്ലാം പാക്ക് ചെയ്തെടുക്കാം. മക്കൾക്ക് രാവിലെ കഴിക്കാൻ കൊടുത്തതും ഈ ഒരു ചോറും ചിക്കൻ കറിയൊക്കെ തന്നെയാണ്. ഇതുപോലെ സ്പെഷ്യൽ ഒക്കെ ആണെങ്കിൽ കുഞ്ഞിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഇത് തന്നെ അവരങ്ങ് കഴിച്ചിട്ട് പോയിക്കോളും. അപ്പോൾ അവർക്ക് ഞാൻ വേഗം ചോറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ചൂടാറാനായിട്ട് ഫാൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിക്കുകയാണ് കേട്ടോ. അവർ റെഡി ആവുകയാണ്. അങ്ങനെ ഇത് ചിക്കൻ കറിയും നല്ല ചൂട് ബട്ടർ ചോറും. അപ്പോൾ ഈ ബട്ടർ നെയ്ച്ചോറ് നെയ്യ് ഇല്ലാതെ ബട്ടർ വെച്ചിട്ടൊന്ന് റെഡിയാക്കി നോക്കുക കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സിലേക്ക് ചോറൊക്കെ പാക്ക് ചെയ്ത് അവരെയും പറഞ്ഞു വിടുകയാണ്. കുഞ്ഞു മോൾക്കും ഞാൻ ഈ ചോറും കറിയും തന്നെയാണ് കൊടുത്തു വിടുന്നത്. സാധാ ചോറാണെങ്കിൽ അവൾക്ക് കൊണ്ടുപോകാൻ മടിയാണ്. ഇതുപോലത്തെ നെയ്ച്ചോറോ അല്ലെങ്കിൽ ബിരിയാണിയൊക്കെയാണ് ആൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഉമ്മച്ചി ഒരു സാലഡ് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. ക്യാരറ്റും സവോളയും തൈരും ഒക്കെ ഇട്ടിട്ടുള്ള. അങ്ങനെ അതെല്ലാം റെഡിയാക്കി ലഞ്ച് പാക്ക് ചെയ്ത് അവരെ പറഞ്ഞു വിട്ടു.